അറേബ്യൻ രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് ഫലം ചെയ്തു. അമേരിക്ക ഇറാനെതിരെ താൽക്കാലികമായെങ്കിലും യുദ്ധം നിർത്തിവെച്ചു. ജെ.ഡി. വാൽസാണ് ഈ വിഷയത്തിൻ്റെ കുറിച്ചുള്ള ഒരു വിശദീകരണക്കുറിപ്പ് ട്രംപിന് മുൻപിൽ സമർപ്പിച്ചത്. 13 ദിവസം തുടർച്ചയായ രീതിയിൽ ആക്രമണം നടന്നു. സമാനമായ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് അമേരിക്കക്കാണ്. അമേരിക്കയുടെ സർവ്വ ബേസും ആക്രമിക്കപ്പെട്ടു. രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഏരിയകളിൽ പോലും ഇറാൻ കൊണ്ടുപോയിട്ട് ബോംബിട്ടു. തകർന്ന് തരിപ്പണമായി എന്നല്ലാതെ പ്രതിരോധ സംവിധാനം അപ്പാടെ തകർന്നുപോയി. ഇത് വലിയ രീതിയിലുള്ള നാശങ്ങൾ രാജ്യത്തിനുണ്ടായിട്ടുണ്ട് എന്ന് അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായിട്ട് പറയുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ജെ.ഡി. വാൻസൻ അമേരിക്കയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു. അടുത്ത സ്റ്റേജ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇറാൻ അതോടൊപ്പം തന്നെ വാൻസൻ ഒന്നും കൂടി പറഞ്ഞു, ഇറാൻ അറ്റകൈ പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അടിത്തറ ഇളകിയാടുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അറബ് രാജ്യങ്ങളുമായി ചേർന്ന് നിന്ന് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ അമേരിക്കക്ക് സാധിക്കുന്നില്ല. ആയുധങ്ങളുടെ ഭീമമായിരിക്കുന്ന കുറവ് നമ്മളെ പിടികൂടിയിരിക്കുന്നു. പിന്തുണക്കുന്ന രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ലോകാടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. മറ്റൊന്ന് കൂടി പറയുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലങ്ങും വിലങ്ങും അശേഷം ആക്രമിക്കാം. അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവരുടെ രാജ്യം സംരക്ഷിക്കണം. അതിനുവേണ്ടി നിർമ്മിക്കുന്ന ആയുധങ്ങൾ അത്രയും അവരിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു രാജ്യമല്ല സംരക്ഷിക്കേണ്ടത്, ഒരുപാട് രാജ്യങ്ങൾ സംരക്ഷിക്കണം. കാര്യം കുവൈത്താണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഇവിടെയെല്ലാം നമുക്ക് ബേസുകളുണ്ട്. ഈ ബേസിന് നേരെ ഇറാൻ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതും അതോടൊപ്പം ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ സംരക്ഷണം ഒരുക്കേണ്ടത് നമ്മളാണ്. ഇറാൻ ഒരാക്രമണം നടത്തുന്ന സമയത്ത് നമുക്ക് 10 രാജ്യത്തെ ഒരേ സമയത്ത് സംരക്ഷിക്കുന്ന സ്ഥിതി വരും. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞു. അറബ് രാജ്യമാണെങ്കിൽ പോലും അതിർത്തി പങ്കിടുന്ന ജോർദാനിലേക്ക് അത് പറിച്ച് നടപ്പെട്ടു. ഖത്തറിൽ നിന്ന് സുരക്ഷിതമില്ലാത്ത രീതിയിലും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അപ്പാടെ ഇറാൻ തകർത്തതിനാലുമാണ് നമ്മൾ എങ്ങോട്ട് പോയത്? ജോർദാനിലേക്ക് പോയത്. എന്നിട്ട് അവിടെ രക്ഷയുണ്ടോ? അവിടെയും രക്ഷയില്ല. ഈ ഒരു ഭയാനകരമായിരിക്കുന്ന സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് അതിജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം ലോകരാജ്യങ്ങളുടെ പിന്തുണ വേണം. ഇറാൻ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും അതോടൊപ്പം തന്നെ കൊറിയയും പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിയും അവർ സഹായിക്കും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. മറ്റു ലോകരാജ്യങ്ങൾ പലതും രഹസ്യമായി സഹായിക്കുന്നു. പല ഘട്ടങ്ങളിലായി അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഇറാൻ, അതേ ഇറാനെ പിന്തുണക്കുന്ന രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ എന്നുകൂടി ക്ലിയറാണ്. കാര്യം 200 മുതൽ 400-നിടയിൽ മിസൈലും ഡ്രോണും അറേബ്യൻ രാജ്യത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ്. ഒരു മിസൈൽ പോലും അല്ലെങ്കിൽ ഒരാക്രമണം പോലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ഉണ്ടായിട്ടില്ല. പ്രതിരോധിക്കുക എന്നല്ലാതെ പ്രത്യാക്രമണം നടത്തിയിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്തുണക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കുന്നത് അതേ രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് പോലും തൃപ്തികരമാണ് എന്ന് ഈ റിപ്പോർട്ട് പറയാതെ പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ യുദ്ധത്തിൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് വാൻസൻ്റെ അഭിപ്രായം. വലിയ രീതി അതായത് ഇസ്രായേലിന് മാത്രമാണ് ഇതിൽ പ്രയാസങ്ങളുണ്ടാവുക. കാരണം ഇസ്രായേലിന് നിരന്തരം അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ച അവരുദ്ദേശിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സാമ്പത്തിക പവറുള്ള രാജ്യമായിട്ട് ഇസ്രായേൽ മാറണമെങ്കിൽ ഇവിടെ അറേബ്യൻ രാജ്യങ്ങൾക്ക് തകർച്ച ഉണ്ടാവണം. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ഇറാൻ തകർന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇസ്രായേലിനും അമേരിക്കക്കും അവരൊരു ഭീഷണി ആവാതിരിക്കുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ റൂട്ടിലൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് സാമ്പത്തിക തകർച്ചയും ഒരു ഭാഗത്ത് സൈനിക തകർച്ചയും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുകയില്ല? അമേരിക്ക സാധിക്കും. ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിൽ ഒരു പങ്കാളിത്തവും വഹിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. അമേരിക്ക നേരിട്ടാണ് ചെയ്യുന്നത്. കാര്യം ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം വഹിച്ചാൽ അവർക്ക് നേരെ
അന്യനിയന്ത്രിതമായിരിക്കുന്ന ആക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇതിനു മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞാൽ ഇറാൻ ആ പ്രവൃത്തി അതുപോലെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. യുദ്ധമാകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. അഥവാ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരു രാജ്യവും പറഞ്ഞു കൊടുക്കില്ല. അവരുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ സൈനികർ നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ആയുധങ്ങൾ പോയിട്ടില്ല, ഞങ്ങളതൊക്കെ സേഫ്റ്റാണ്, മറ്റേ ശത്രുവിനാണ് പരാജയം ഉണ്ടായത്, അങ്ങനെ തന്നെയാണ് പറയുക. പ്രത്യേകിച്ച് അമേരിക്ക ആ സമയത്ത് അമേരിക്ക ഏതെങ്കിലും യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ കാലം വരെ പറഞ്ഞിട്ടില്ല, അവരോട് പറയില്ല. അതൊക്കെ റൂട്ട് ക്ലിയറാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവങ്ങൾ എന്നുള്ളത് അവർക്ക് വരെ ലോകത്തിനും അറിയാം. അമേരിക്ക പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കളവായിരിക്കും, പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കളവായിരിക്കും, അതിൻ്റെ നടുക്കുള്ള കാര്യവും കളവായിരിക്കും. പിന്നെ അവിടെ സത്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സ്ഥിതിയിലേക്ക് പോകുന്നതൊന്നും ഒരു തരത്തിലും ഒരു ഉചിതമല്ല. ഇസ്രായേൽ അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിന് അമേരിക്കയെ ബലി കഴിപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അമേരിക്കക്ക് ഇട്ടുപോകാനും പറ്റില്ല. അങ്ങനെ കുടുക്കിയിട്ടതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്ത കാര്യങ്ങൾ. അത് ഇസ്രായേലിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണെന്ന് അമേരിക്ക ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സത്യത്തിൽ സങ്കീർണമാണ്. ഖത്തർ പൂർണ്ണമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തുനിന്ന് സൈനിക സംവിധാനങ്ങൾ ഒഴിവാക്കണം, ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഒഴിവാക്കി തരണം. അപ്പോൾ അവിടെ റഡാർ സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സംവിധാനങ്ങളും അപ്പാടെ ഇറാൻ തകർത്തു. അതോടുകൂടി അവരുടെ സൈനിക ആയുധത്തിന് അവിടെ സുരക്ഷിതത്വം ഇല്ലാതെയായി. അതുകൊണ്ട് പതുക്കെ അത് മാറ്റി പണിതു. എവിടേക്ക്? ജോർദാനിലേക്ക് മാറ്റി പണിത സമയത്ത് ഖത്തർ എന്ത് ചെയ്തു, ഇറാൻ എന്ത് ചെയ്തു, ജോർദാൻ നേരെ ആക്രമണം നടത്തി. അപ്പോൾ അവിടെയും സുരക്ഷിതമല്ലാത്ത സ്ഥിതി വന്നു. അതോടൊപ്പം തന്നെ UAE, ബഹ്റൈൻ, കുവൈറ്റ് ഇവരെല്ലാവരും അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ ശാന്തമായ രീതിയിലും സമാധാനത്തോടെയും ജീവിച്ചു പോരുന്ന രാജ്യങ്ങളാണ്, ഞങ്ങളുടെ ജനങ്ങളും അങ്ങനെയാണ്, അവിടെ ജോലി ചെയ്യുന്ന മറ്റ് രാജ്യക്കാരും അങ്ങനെയാണ്, ഞങ്ങളുടെ ഈ സാമ്പത്തിക ചുറ്റുപാടും അങ്ങനെയാണ്, മറ്റ് ലോക രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ നൽകി പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ഈ സംവിധാനത്തെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് എന്തപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസ് ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനാൽ ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുനിന്ന് വിട്ടുപോകണം. അതാണ് അവർ പറഞ്ഞൊരു പ്രധാനമായിരിക്കുന്ന കാര്യം. ഇതിന്ന് ഒഴിവ് കഴിവുകൾ പറയാൻ അമേരിക്കയ്ക്ക് പറ്റാത്തൊരു പ്രത്യേക സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്ക ഒറ്റപ്പെട്ടു പോയി, അമേരിക്ക കുടുങ്ങിപ്പോയി, പതുക്കെ ഊരാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഖത്തറും ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി ഇറാനുമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നത്, അമേരിക്ക പറയുന്നത് ഹോർമുസിൻ്റെ കാര്യമാണ്. ആണവായുധ കാര്യം പോലും പറയുന്നത്, ആണവായുധ വിഷയം വരുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആണവായുധം അവിടെ ഉണ്ടെങ്കിൽ തങ്ങളത് ബാധിക്കും, അതുകൊണ്ട് ആണവായുധം ഇല്ലാതാക്കണം എന്നുള്ള ആ സംസാര വിഷയ കാര്യങ്ങളൊക്കെ വരുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടത് ഹോർമുസാണ്. എന്താ ഹോർമുസ് ഇങ്ങനെ പറയാൻ കാരണം, ഹോർമുസ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സ്വതന്ത്ര പാതയായിരുന്നു, ചുങ്കം വാങ്ങിയിട്ടില്ല, അതിലൊരു ഇടപെടൽ ഇറാൻ നടത്തിയിട്ടില്ല, പോകുന്നു വരുന്നു ഇഷ്ടംപോലെ യഥേഷ്ടം സഞ്ചരിക്കുന്ന റൂട്ട് പാതയായിട്ടാണ് അത് വന്നത്. അങ്ങനെയാണ് അതിൻ്റെ രീതികൾ. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതോട് കൂടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാരണത്താൽ ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുന്നു. അത് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയാണ് ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതി വരുന്നത്. ആർക്ക്? അമേരിക്കക്ക്. അപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കാരണത്താൽ ലോകത്താകമാനമുള്ള മനുഷ്യർ ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. എല്ലാവരും നമ്മളൊക്കെ പെട്രോളിയത്തിന് അധികം പണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ട്രംപ് കാരണമാണ്. അതിൻ്റെ സാഹചര്യം ഇതാണ്. ഹോർമുസിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുണ്ടാക്കിയത് ആരാണ്? അമേരിക്കയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഹോർമുസ് എങ്ങനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ കൃത്യതയോടുകൂടി പറയുന്നു, ഹോർമുസ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അത് വിട്ടുതരില്ല. അത് വിട്ടുതരാത്ത രീതിയിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, ഒരുക്കമാണ് എന്ന് ഇറാൻ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അത് ഫലവത്തതോടു കൂടി അതിൻ്റെ ലക്ഷ്യം കാണും എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം.